സൂപ്പർ ഹീറോ ആവുക എന്നത് എല്ലാവരും സ്വപ്നം കാണുന്ന ഒന്നാണ്. എന്നാൽ ആ പവർ കാരണം സ്വന്തം ജീവിതം തകർന്നു പോയാലോ? സ്നേഹിച്ച പെൺകുട്ടിയെ സ്വന്തമാക്കാൻ വയ്യ, പഠിക്കുന്ന കോളേജിൽ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല, പോക്കറ്റിൽ വാടക കൊടുക്കാൻ പോലും കാശില്ല. 2004 പുറത്തിറങ്ങി സിനിമാ ചരിത്രത്തിലെ ഏറ്റവും മികച്ച സൂപ്പർ ഹീറോ ചിത്രങ്ങളിൽ ഒന്നായി മാറിയ സ്പൈഡർമാൻ 2 പറയുന്നത് കേവലം ഒരു വില്ലനുമായുള്ള പോരാട്ടമല്ല, മറിച്ച് പീറ്റർ പാർക്കർ എന്ന സാധാരണക്കാരന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ധർമ്മസങ്കടങ്ങളുടെ കഥയാണ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഐക്കണിക്കായ ട്രെയിൻ ഫൈറ്റും ഒട്ടോ ഒക്ടോവിയസിന്റെ തിരിച്ചുവരവും ഉൾപ്പെടെ സ്പൈഡർമാൻ 2ന്റെ പൂർണ്ണ രൂപമാണ്. വീഡിയോ അവസാനിക്കുന്നതുവരെ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ കാണുക. കഥ തുടങ്ങുന്നത് പീറ്റർ പാർക്കറുടെ കഷ്ടപ്പാടുകളോടെയാണ്. അവൻ ഒരു പിസ്സ ഡെലിവറി ബോയിയായി ജോലി ചെയ്യുന്നു. 29 മിനിറ്റിനുള്ളിൽ പിസ്സ ഡെലിവറി ചെയ്യണം. സ്പൈഡർമാന്റെ ശക്തി ഉപയോഗിച്ച് കെട്ടിടങ്ങൾക്ക് മുകളിലൂടെ പറന്ന് അവൻ പിസ്സ എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും വഴിയിൽ ബസ്സിന് മുന്നിൽ ചാടുന്ന കുട്ടികളെയൊക്കെ രക്ഷിച്ച് എത്തുമ്പോഴേക്കും സാങ്കേതികമായി മിനിറ്റുകൾ വൈകിയതിനാൽ മുതലാളി അവനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നു. പീറ്ററുടെ ജീവിതം 4 വാർഡിൽ നിന്നും തകരുകയാണ്. ഡെയിലി ബഗിളിൽ ഫോട്ടോ കൊടുത്ത് കിട്ടുന്ന ചെറിയ തുക കൊണ്ട് വേണം കോളേജ് ഫീസും വാടകയും കൊടുക്കാൻ. അങ്കിൾ ബെൻ മരിച്ചതിന് ശേഷം ഒറ്റയ്ക്കായ ആന്റിമേ കടക്കണിയിലാണ്. അവരുടെ വീട് ജപ്തി ഭീഷണിയിലാണ്. ഇതിനെല്ലാം പുറമെ പീറ്റർ ജീവന് തുല്യം സ്നേഹിക്കുന്ന മേരി ജെയിൻ അവനിൽ നിന്ന് അകലുകയാണ്. പീറ്റർ തന്നെ ഒഴിവാക്കുകയാണെന്നാണ് മേരി ജെയിൻ കരുതുന്നത്. പീറ്ററിന് മേരി ജെയിനോട് കടുത്ത പ്രണയമുണ്ടെങ്കിലും താൻ സ്പൈഡർമാനാണെന്ന സത്യം അവൾ അറിഞ്ഞാൽ തന്റെ ശത്രുക്കൾ അവളെ ലക്ഷ്യം വയ്ക്കുമെന്ന് അവൻ ഭയപ്പെടുന്നു. പീറ്ററുടെ ഉറ്റ സുഹൃത്തായ ഹാരി ഓസ്ബോൺ ആകട്ടെ തന്റെ അച്ഛൻ നോർമൻ ഓസ്ബോണിന്റെ മരണത്തിന് കാരണം സ്പൈഡർമാനാണെന്ന് വിശ്വസിച്ച് സ്പൈഡർമാനോട് പ്രതികാരം ചെയ്യാൻ കാത്തിരിക്കുകയാണ്. ഇതിനിടയിൽ ഹാരിയുടെ സാമ്പത്തിക സഹായത്തോടെ പ്രശസ്ത ശാസ്ത്രജ്ഞനായ ഡോക്ടർ ഒട്ടോ ഒക്ടോവിയസ് ഒരു വിപ്ലവകരമായ പരീക്ഷണത്തിന് തുടക്കമിടുന്നു. ഫ്യൂഷൻ എനർജി ഉപയോഗിച്ച് അനായാസമായി ഊർജം ഉൽപ്പാദിപ്പിക്കാനുള്ള പരീക്ഷണമാണത്. പീറ്ററിന് ഡോക്ടർ ഒക്ടേവിയസുമായി സംസാരിക്കാൻ അവസരം ലഭിക്കുന്നു. ഓട്ടോ ശാസ്ത്രത്തിൽ മാത്രമല്ല പ്രണയത്തിലും നല്ലൊരു ഉപദേശകനായിരുന്നു. സ്പൈഡർമാൻ എന്ന ഉത്തരവാദിത്തം കാരണം പീറ്ററിന് വ്യക്തി ജീവിതവും സൂപ്പർ ഹീറോ ജീവിതവും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. MJയുടെ നാടകങ്ങൾ കാണാൻ കൃത്യസമയത്ത് എത്താൻ അവൻ പരാജയപ്പെടുന്നു. എപ്പോഴും വൈകിയെത്തുന്നതും വാഗ്ദാനങ്ങൾ പാലിക്കാത്തതും MJയെ വല്ലാതെ നിരാശപ്പെടുത്തുന്നുണ്ട്. പീറ്റർ തന്നെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ MJയ്ക്ക് വലിയ സംശയമുണ്ട്. പീറ്ററിൽ നിന്ന് വ്യക്തമായ ഒരു മറുപടി ലഭിക്കാത്തതിനാലും അവന്റെ അവഗണന കാരണവും മനസ്സുമടുക്കുന്ന MJ ബഹിരാകാശചാരിയായ ജോൺ ജെയിംസണുമായി അടുക്കുകയും അവനുമായി വിവാഹ നിശ്ചയത്തിന് സമ്മതിക്കുകയും ചെയ്യുന്നു. മാനസികമായ സമ്മർദ്ദവും കുറ്റബോധവും കാരണം അവന്റെ സൂപ്പർ പവറുകൾ പെട്ടെന്ന് അപ്രത്യക്ഷമാകാൻ തുടങ്ങുന്നു. വെബ് എറിയാൻ കഴിയുന്നില്ല, മതിലുകളിൽ കയറാൻ പറ്റുന്നില്ല, കെട്ടിടങ്ങൾക്ക് മുകളിൽ നിന്ന് താഴേക്ക് വീഴുന്നു. അങ്ങനെ പരീക്ഷണ ദിവസം എത്തിച്ചേരുന്നു. അപകടകരമായ ഊർജത്തെ നിയന്ത്രിക്കാൻ ഡോക്ടർ ഒട്ടോ സ്വന്തം ശരീരത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉള്ള 4 വലിയ മെക്കാനിക്കൽ കൈകൾ ഘടിപ്പിക്കുന്നു. ഈ കൈകൾ തന്റെ മസ്തിഷ്കത്തെ നിയന്ത്രിക്കാതിരിക്കാൻ ഒരു ഇൻഹിബിറ്റർ ചിപ്പും അവന്റെ കഴുത്തിന് പിന്നിൽ വയ്ക്കുന്നു. എന്നാൽ പരീക്ഷണം തുടങ്ങിയതോടെ എല്ലാം കൈവിട്ടുപോയി. ഫ്യൂഷൻ റിയാക്ടർ ഒരു വലിയ കാന്തിക പ്രഭാവം ഉണ്ടാക്കി എല്ലാം വലിച്ചെടുക്കാൻ തുടങ്ങി. റിയാക്ടർ അൺസ്റ്റേബിളായി. സ്പൈഡർമാനായി പീറ്റർ ഇടപെട്ട് അത് നിർത്താൻ ശ്രമിച്ചെങ്കിലും ആ വലിയ അപകടത്തിൽ ഓട്ടോയുടെ ഭാര്യ റോസി കൊല്ലപ്പെടുന്നു. പ്രഷർ കാരണം ഓട്ടോയുടെ കഴുത്തിലെ ഇൻഹിബിറ്റർ ചിപ്പ് കരിഞ്ഞു പോകുന്നു. ബോധം കെട്ട ഓട്ടോയെ ആശുപത്രിയിലെത്തിക്കുന്നു. ആ 4 യന്ത്രക്കൈകൾക്ക് ഇപ്പോൾ സ്വന്തമായി ബുദ്ധിയുണ്ട്. ഡോക്ടർമാർ അത് മുറിച്ചു മാറ്റാൻ ശ്രമിക്കുമ്പോൾ ഇൻഹിബിറ്റർ ചിപ്പ് തകർന്നതോടെ ആ യന്ത്രക്കൈകൾ സ്വയം പ്രവർത്തിച്ച് ഡോക്ടർമാരെയും നഴ്സുമാരെയും ദാരുണമായി കൊലപ്പെടുത്തുന്നു. ആ റോബോട്ടിക് കൈകൾ ഡോക്ടർ ഒട്ടോയുടെ മനസ്സിനെ പൂർണ്ണമായി നിയന്ത്രിക്കാൻ തുടങ്ങി. അങ്ങനെ ഡോക്ടർ ഒട്ടോ ഒക്ടോവിയസ് ഡോക് ഓക്ക് എന്ന വില്ലനായി മാറുന്നു. പീറ്ററും ആൻഡ്മേയും ഒരു ബാങ്കിൽ ലോണിന്റെ ആവശ്യത്തിനായി സംസാരിച്ചിരിക്കുകയാണ്. തന്റെ പരീക്ഷണം മുന്നോട്ട് കൊണ്ടുപോകാനായി ഡോക് ഓക്കിന് പണത്തിന്റെ ആവശ്യമുണ്ടായിരുന്നു. അവൻ ബാങ്ക് ലോക്കർ തകർക്കാൻ ശ്രമിക്കുന്നു. അതേസമയം സ്പൈഡർമാൻ അവിടെ ഇടപെടുകയും ആൻഡ്മേയെ ഡോക് ഓക്ക് പിടിച്ചുകൊണ്ടുപോവുകയും ചെയ്യുന്നു. കുറച്ചു നേരത്തെ ഫൈറ്റിന് ശേഷം ആൻഡ്മേയെ സ്പൈഡർമാൻ രക്ഷിക്കുന്നു. MJയുടെയും ജോൺ ജെയിംസന്റെയും എൻഗേജ്മെന്റ് പാർട്ടി നടക്കുകയാണ്. ആ ആഘോഷത്തിനിടയിലാണ് ഹാരി ഓസ്ബോണും പീറ്റർ പാർക്കറും തമ്മിൽ വലിയൊരു തർക്കമുണ്ടാകുന്നത്. ഒക്ടോവിയസുമായുള്ള തന്റെ ബിസിനസ് പരീക്ഷണങ്ങൾ പരാജയപ്പെട്ട നിരാശയിലും അമിതമായ മദ്യലഹരിയിലുമായിരുന്നു ഹാരി.
തന്റെ അച്ഛനായ നോർമൻ ഓസ്ബോണിന്റെ മരണത്തിന് കാരണം സ്പൈഡർമാനാണെന്ന് ഉറച്ചു വിശ്വസിച്ച ഹാരി സ്പൈഡർമാന്റെ ചിത്രങ്ങളെടുക്കുന്ന പീറ്ററിനോട് അവൻ എവിടെയാണെന്ന് ചോദിച്ച് പ്രകോപിതനാകുന്നു. അടുത്ത സുഹൃത്തായിരുന്നിട്ടും പീറ്റർ സ്പൈഡർമാനെ സംരക്ഷിക്കുകയാണെന്ന് കരുതിയ ഹാരി കോപം അടക്കാനാവാതെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് പീറ്ററിന്റെ മുഖത്തടിക്കുകയാണ്. കടുത്ത മാനസിക വിഷമത്തിലായ പീറ്ററിന്റെ സൂപ്പർ പവറുകളും ഇല്ലാതാവുകയാണ്. തന്റെ ശരീരത്തിന് എന്തോ വലിയ രോഗം ബാധിച്ചിട്ടുണ്ടോ എന്ന് ഭയന്നാണ് പീറ്റർ ഒരു ഡോക്ടറെ കാണുന്നത്. ഡോക്ടർ പീറ്ററിനെ പരിശോധിച്ച് അവന്റെ പ്രശ്നം ശാരീരികമല്ല, മറിച്ച് മാനസികമാണ് എന്ന് മനസ്സിലാക്കുന്നു. മനുഷ്യന് ഒരു ജീവിതം ജീവിക്കാൻ ചിലപ്പോൾ സ്വന്തം ആഗ്രഹങ്ങൾ ഉപേക്ഷിക്കേണ്ടി വരും, അല്ലെങ്കിൽ ജീവിതം നൽകുന്ന ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും. പീറ്റർ സ്വന്തം മനസ്സിൽ വലിയൊരു സംഘർഷം അനുഭവിക്കുന്നുണ്ട്. അവൻ ശരിക്കും ആരാകാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് അവൻ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. അതായത്, ഒരു സൂപ്പർ ഹീറോ ആകാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ നിന്റെ മനസ്സ് തന്നെ നിന്റെ ശക്തികളെ ഇല്ലാതാക്കും എന്ന് ഡോക്ടർ പീറ്ററിനോട് പറയുന്നു. ചുരുക്കത്തിൽ പീറ്ററിന്റെ മനസ്സ് സ്പൈഡർമാന്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് പിൻവാങ്ങാൻ ആഗ്രഹിച്ചതുകൊണ്ടാണ് അവന്റെ ശക്തികൾ നഷ്ടപ്പെട്ടതെന്നും അത് അവന്റെ ഉള്ളിലെ മാനസിക സംഘർഷത്തിന്റെ ഫലമാണെന്നുമാണ് ഡോക്ടർ പറഞ്ഞു കൊടുക്കുന്നത്. ഈ സംഭാഷണമാണ് പിന്നീട് സ്പൈഡർമാൻ കോസ്റ്റ്യൂം ഉപേക്ഷിക്കാൻ പീറ്ററിനെ പ്രേരിപ്പിക്കുന്നത്. തന്നേക്കാൾ പ്രാധാന്യം സ്വന്തം ജീവിതത്തിന് നൽകണമെന്ന് അവൻ തീരുമാനിക്കുന്നു. അങ്കിൾ ബെന്നിന്റെ ഓർമ്മകളോട് വിട പറഞ്ഞ് തന്റെ സ്പൈഡർമാൻ സ്യൂട്ട് അവൻ ഒരു ചവറ്റുകുട്ടയിൽ വലിച്ചെറിയുന്നു. സ്യൂട്ട് ഉപേക്ഷിച്ചതോടെ പീറ്ററിന്റെ ജീവിതം പതുക്കെ മെച്ചപ്പെട്ടു തുടങ്ങി. കോളേജിൽ നല്ല മാർക്ക് കിട്ടി, കാഴ്ചശക്തി തിരികെ കിട്ടി, ജീവിതം സമാധാനപൂർണ്ണമായി. എന്നാൽ ന്യൂയോർക്ക് നഗരത്തിൽ കുറ്റകൃത്യങ്ങൾ പെരുകാൻ തുടങ്ങി. മറുവശത്ത് ഡോക് ഓക്കിന് തന്റെ പരീക്ഷണം വീണ്ടും പൂർത്തിയാക്കണം. അതിനായി ട്രൈറ്റിയം എന്ന അപൂർവ മൂലകം ആവശ്യമായിരുന്നു. ഇത് ഹാരി ഓസ്ബോണിന്റെ കൈവശം മാത്രമേയുള്ളൂ. ഡോക് ഓക്ക് ഹാരിയെ തേടിയെത്തുന്നു. ഹാരി ഒരു വ്യവസ്ഥ മുന്നോട്ട് വയ്ക്കുന്നു. ഞാൻ ട്രൈറ്റിയം തരാം, പക്ഷേ പകരം എനിക്ക് ജീവനോടെ സ്പൈഡർമാനെ വേണം. സ്പൈഡർമാനെ എവിടെ കണ്ടെത്തുമെന്ന് ചോദിച്ചപ്പോൾ സ്പൈഡർമാന്റെ ഫോട്ടോ എടുക്കുന്ന പീറ്റർ പാർക്കറിലൂടെ അവനിലേക്ക് എത്താൻ ഹാരി ഉപദേശിക്കുന്നു. തന്റെ സ്പൈഡർമാൻ സൂട്ട് ചവറ്റുകുട്ടയിൽ ഉപേക്ഷിച്ച് പവറുകളെല്ലാം നഷ്ടപ്പെട്ടു നിൽക്കുന്ന സമയത്ത് വഴിയരികിൽ തീപിടിച്ച ഒരു കെട്ടിടം പീറ്റർ കാണുകയാണ്. കെട്ടിടത്തിനുള്ളിൽ ഒരു കൊച്ചുകുട്ടി കുടുങ്ങിക്കിടപ്പുണ്ടെന്നറിഞ്ഞ അവൻ കയ്യിൽ സ്യൂട്ടോ ശരീരത്തിൽ സൂപ്പർ പവറുകളോ ഇല്ലാതെ തന്നെ ആ കെട്ടിടത്തിലേക്ക് ഓടിക്കയറുന്നു. അങ്കിൾ ബെൻ പഠിപ്പിച്ച ആ വലിയ പാഠം, ഉത്തരവാദിത്തം, അവനിലെ യഥാർത്ഥ ഹീറോയെ ഉണർത്തുകയായിരുന്നു. ആ കുട്ടിയെ സാഹസികമായി അവൻ പുറത്തെത്തിക്കുന്നുണ്ടെങ്കിലും കെട്ടിടത്തിനുള്ളിൽ മറ്റൊരു വ്യക്തി മരിച്ചുപോയി എന്ന സത്യം പീറ്ററിനെ വല്ലാതെ വിഷമിപ്പിക്കുന്നു. തനിക്ക് ശക്തികളുണ്ടായിരുന്നെങ്കിൽ ആ ജീവൻ കൂടി രക്ഷിക്കാമായിരുന്നു എന്ന തിരിച്ചറിവ് അവനിലുണ്ടാകുന്നു. അങ്ങനെ നഷ്ടപ്പെട്ട കഴിവുകൾ തിരികെ കിട്ടിയോ എന്ന് പരീക്ഷിക്കാൻ പീറ്റർ ഒരു ബിൽഡിങ്ങിൻ്റെ ടെറസിലേക്ക് ഓടിക്കയറുകയാണ്. ഐ ആം ബാക്ക് എന്ന് ആത്മവിശ്വാസത്തോടെ വിളിച്ചു പറഞ്ഞ് അവൻ അടുത്ത കെട്ടിടത്തിലേക്ക് എടുത്തു ചാടുന്നു. പക്ഷേ അവൻ വിചാരിച്ചതുപോലെ സംഭവിച്ചില്ല. വെബ് എറിയാനോ കെട്ടിടത്തിൽ പിടിച്ചു നിൽക്കാനോ കഴിയാതെ പീറ്റർ താഴേക്ക് പതിക്കുന്നു. താഴെയുള്ള തുണിക്കടയുടെ ടെൻറ്റിലൂടെ കാറുകൾക്കിടയിലേക്ക് വീഴുന്ന പീറ്റർ കടുത്ത നടുവേദനയോടെ മൈ ബാക്ക് എന്ന് പറയുന്ന രംഗം പ്രേക്ഷകർക്ക് ചിരി സമ്മാനിക്കുമെങ്കിലും അത് പീറ്ററിന്റെ മനസ്സിനുള്ളിലെ പോരാട്ടത്തിന്റെ അടയാളം കൂടിയായിരുന്നു. എംജെയും ജോൺ ജെയിംസണും ഒരുമിച്ച് സമയം പങ്കിടുന്നു. എന്നാൽ പീറ്ററുമായി ഒരു കഫേയിൽ വെച്ച് സംസാരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു കാർ ഷൂട്ടിംഗ് പോലെ കഫേയിലേക്ക് ഇടിച്ചു കയറുന്നു. ഡോക് ഓക്ക് അവിടെ പ്രത്യക്ഷപ്പെടുന്നു. ഡോക് ഓക്ക് പീറ്ററിനോട് സ്പൈഡർമാനെ കണ്ടെത്താൻ പറഞ്ഞ് എംജെയെ തട്ടിക്കൊണ്ടുപോകുന്നു. സ്വന്തം കൺമുന്നിൽ വെച്ച് തന്റെ ലവറെ തട്ടിക്കൊണ്ടുപോയത് കണ്ടപ്പോൾ പീറ്ററിലെ സ്പൈഡർമാൻ വീണ്ടും ഉണരുന്നു. അവന്റെ ആത്മവിശ്വാസം തിരിച്ചു കിട്ടുന്നു. ശക്തികൾ പൂർണ്ണമായി തിരിച്ചെത്തുന്നു. ഇനി വരുന്നത് സിനിമാ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉദ്യോഗജനകമായ ആക്ഷൻ രംഗമാണ്. സ്പൈഡർമാൻ തന്റെ പഴയ സ്യൂട്ട് തിരികെ എടുക്കുന്നു. അവൻ ഡോക് ഓക്കിനെ പിന്തുടരുന്നു. ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു എലവേറ്റഡ് പാസഞ്ചർ ട്രെയിനിന് മുകളിൽ വെച്ച് സ്പൈഡർമാനും ഡോക് ഓക്കും തമ്മിൽ അതിരൂക്ഷമായ പോരാട്ടം നടക്കുന്നു. ഡോക് ഓക്കിന്റെ റോബോട്ടിക് കൈകളുടെ ആക്രമണത്തെ സ്പൈഡർമാൻ വളരെ കഷ്ടപ്പെട്ട് പ്രതിരോധിക്കുന്നു. തനിക്ക് സ്പൈഡർമാനെ തോൽപ്പിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ ഡോക് ഓക്ക് ഒരു ക്രൂരത ചെയ്യുന്നു. ട്രെയിനിന്റെ ലിവർ ഒടിച്ചു കളഞ്ഞ് ഫുൾ സ്പീഡിൽ ട്രാക്കിന്റെ അവസാനത്തിലേക്ക് പോകുന്ന ട്രെയിൻ ഉപേക്ഷിച്ച് അവൻ കടന്നു കളയുന്നു. നൂറുകണക്കിന് യാത്രക്കാരുടെ ജീവൻ അപകടത്തിലാണ്. സമയം ഒട്ടുമില്ല. സ്പൈഡർമാൻ തന്റെ പൂർണ്ണ ശക്തി പുറത്തെടുക്കുന്നു. അവൻ മാസ്ക് അഴിച്ചുവെച്ച് ട്രെയിനിന്റെ ഇരുവശത്തു നിന്നും കെട്ടിടങ്ങളിലേക്ക് ആയിരക്കണക്കിന് വെബ് എറിയുന്നു. സ്വന്തം ശരീരം വലിഞ്ഞു പൊട്ടുന്ന വേദനയിലും കൈപേശികൾ കീറിപ്പോകുന്ന അവസ്ഥയിലും സ്പൈഡർമാൻ ആ ട്രെയിൻ നിർത്തിക്കുന്നു.
അവസാന നിമിഷം ട്രെയിൻ നിൽക്കുമ്പോഴേക്കും പീറ്റർ ബോധരഹിതനായി വീഴുന്നു. യാത്രക്കാർ അവനെ താങ്ങിയെടുത്ത് ട്രെയിനിനുള്ളിലേക്ക് കിടത്തുന്നു. അവന്റെ മുഖംമൂടിയില്ലാത്ത സാധാരണ മുഖം കണ്ട യാത്രക്കാർ അത്ഭുതപ്പെടുന്നു. അവനൊരു കൊച്ചു പയ്യനാണ്, നമ്മുടെ മകന്റെ പ്രായമേ ഉള്ളൂ എന്ന് അവിടെ ചിലർ പറയുന്നു. അവിടെയുള്ള കുട്ടികൾ അവനോട് പറയുന്നുണ്ട്, നിന്റെ രഹസ്യം ഞങ്ങൾ ആരോടും പറയില്ല. പക്ഷേ പെട്ടെന്ന് അവിടെ എത്തുന്ന ഡോക് ഓക്ക് തളർന്നു വീണ സ്പൈഡർമാനെ തട്ടിയെടുത്ത് ഹാരിയുടെ അടുക്കലേക്ക് കൊണ്ടുപോകുന്നു. ഹാരി തികഞ്ഞ പ്രതികാരത്തോടെ സ്പൈഡർമാന്റെ മാസ്ക് അഴിച്ചു മാറ്റുന്നു. എന്നാൽ അവിടെ തന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ പീറ്റർ പാർക്കറെ കണ്ട് ഹാരി അന്തം വിട്ടു നിൽക്കുന്നു. പീറ്റർ ഹാരിയോട് കാര്യങ്ങൾ വിശദീകരിക്കുന്നു. ഹാരി, നിന്റെ അച്ഛനെ ഞാൻ കൊന്നതല്ല. ഡോക് ഓക്ക് വലിയൊരു ദുരന്തം ഉണ്ടാക്കാൻ പോവുകയാണ്. MJ അവന്റെ കസ്റ്റഡിയിലാണ്. അവൾ എവിടെയുണ്ടെന്ന് പറയേ. ഹാരി സത്യമറിഞ്ഞ് തകർന്നു പോകുന്നു. പീറ്റർ ഡോക് ഓക്കിന്റെ നദീതീരത്തുള്ള രഹസ്യ ലാബിലേക്ക് കുതിക്കുന്നു. അവിടെ ഫ്യൂഷൻ റിയാക്ടർ വീണ്ടും പ്രവർത്തിച്ചു തുടങ്ങിയിരുന്നു. ന്യൂയോർക്ക് നഗരം തന്നെ വിഴുങ്ങാൻ ശേഷിയുള്ള ആ ഭീമൻ കാന്തിക ഗോളത്തെ നിർത്താൻ പീറ്ററും ഡോക് ഓക്കും തമ്മിൽ വീണ്ടും യുദ്ധമുണ്ടാകുന്നു. ഫൈറ്റിനിടയിൽ പീറ്റർ ഡോക് ഓക്കിനോട് പറയുന്നു, നമ്മുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി ചിലപ്പോൾ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ത്യജിക്കേണ്ടി വരും. ശരിയായ കാര്യം ചെയ്യാൻ നമ്മൾ ഉറച്ചു നിൽക്കണം. പീറ്ററുടെ വാക്കുകൾ ഡോക്ടർ ഓട്ടോയുടെ മനസ്സിൽ തട്ടുന്നു. സ്വന്തം ഇച്ഛാശക്തി ഉപയോഗിച്ച് ഓട്ടോ ആ യന്ത്രക്കൈകളുടെ നിയന്ത്രണം തിരിച്ചുപിടിക്കുന്നു. താൻ ചെയ്ത തെറ്റ് മനസ്സിലാക്കിയ ഡോക്ടർ ഓട്ടോ നഗരത്തെ രക്ഷിക്കാനായി ആ റിയാക്ടറിനെയും കൊണ്ട് നദിയിലെ ആഴങ്ങളിലേക്ക് സ്വയം താണുപോകുന്നു. ഒരു ഹീറോയായി അയാൾ മരിക്കുന്നു. ഈ പോരാട്ടത്തിനിടയിൽ മേരി ജെയിൻ ഒരു കാര്യം മനസ്സിലാക്കുന്നു. താൻ ജീവന് തുല്യം സ്നേഹിക്കുന്ന പീറ്റർ പാർക്കർ തന്നെയാണ് നഗരത്തെ രക്ഷിക്കുന്ന സ്പൈഡർമാൻ. പീറ്റർ തന്നെ ഒഴിവാക്കിയത് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല, മറിച്ച് തന്റെ ജീവൻ അപകടത്തിലാകാതിരിക്കാനാണ് എന്ന് അവൾ തിരിച്ചറിയുന്നു. MJയുടെ ഫിയാൻസി ജോൺ ജെയിംസൺ അവിടെ വന്ന് അവളെ കൂട്ടിക്കൊണ്ടുപോകുന്നു. സ്പൈഡർമാനാണ് തന്റെ അച്ഛനെ കൊന്നതെന്ന ദേഷ്യത്തിൽ നിൽക്കുന്ന ഹാരി കണ്ണാടിയിൽ തന്റെ അച്ഛന്റെ പ്രഭാവം കാണുന്നു. അച്ഛന്റെ രൂപം അവനോട് സ്പൈഡർമാനോട് പ്രതികാരം ചെയ്യാൻ ആവശ്യപ്പെടുകയും ദേഷ്യം സഹിക്കാനാവാതെ ഹാരി ആ കണ്ണാടിയിലേക്ക് വാളെറിയുകയും ചെയ്യുന്നു. കണ്ണാടി തകരുമ്പോഴാണ് അതിനു പിന്നിൽ ഒരു രഹസ്യമുറി ഉള്ളതായി അവൻ കണ്ടെത്തുന്നത്. ആ മുറിയിൽ അവൻ ഗ്രീൻ ഗോബ്ലിന്റെ സ്യൂട്ട്, ഗ്ലൈഡർ, ബോംബുകൾ, ശക്തി വർദ്ധിപ്പിക്കാനുള്ള പച്ച നിറത്തിലുള്ള കെമിക്കൽ, ഗോബ്ലിൻ സെറം എന്നിവ കാണുന്നു. തന്റെ അച്ഛൻ തന്നെയാണ് യഥാർത്ഥത്തിൽ ഗ്രീൻ ഗോബ്ലിൻ എന്ന വില്ലൻ എന്ന് ഹാരി തിരിച്ചറിയുന്നത് ഈ നിമിഷത്തിലാണ്. അച്ഛന്റെ സാങ്കേതിക വിദ്യകളും കെമിക്കലും കണ്ടെത്തുന്നതോടെ ഈ രംഗമാണ് അടുത്ത ഭാഗത്തിൽ സ്പൈഡർമാൻ 3 ഹാരി ന്യൂ ഗോബ്ലിനായി മാറി സ്പൈഡർമാനോട് പ്രതികാരം ചെയ്യാൻ വഴിയൊരുക്കുന്നത്. ജോൺ ജെയിംസണുമായുള്ള വിവാഹ ദിവസം എല്ലാവരും MJയെ കാത്തു നിൽക്കുകയാണ്. മണ്ഡപത്തിൽ നിന്ന് കല്യാണ വസ്ത്രത്തോടെ MJ പീറ്ററുടെ അടുക്കിലേക്ക് ഓടിയെത്തുന്നു. അപകടങ്ങൾ നിറഞ്ഞ ജീവിതമാണെങ്കിലും പീറ്ററിനൊപ്പം ജീവിക്കാൻ അവൾ തീരുമാനിക്കുന്നു. ന്യൂയോർക്കിന്റെ സംരക്ഷകനായി കടമകൾ നിറവേറ്റാനായി സ്പൈഡർമാൻ വീണ്ടും ആകാശത്തേക്ക് ഉയർന്നു പറക്കുന്നു.